മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജനകീയ സദസ്സിനെതിരെ യുഡിഎഫിന്റെ നേതൃത്വത്തിൽ വിചാരണ സദസ്സ് സംഘടിപ്പിക്കുന്നു. ഡിസംബർ 23-ന് മാലിപ്പുറം സ്വതന്ത്ര മൈതാനിയിൽ നടക്കുന്ന വിചാരണ സദസ്സ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. എൽ.ഡി.എഫ് സർക്കാർ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കേരളത്തിലെ ഓരോ നിയോജക മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ജനകീയ സദസ്സിനെതിരെ യുഡിഎഫിന്റെ നേതൃത്വത്തിൽ വിചാരണ സദസ്സ് സംഘടിപ്പിക്കുന്നു. വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ വിചാരണ സദസ്സ് ഡിസംബർ 23-ന് വൈകിട്ട് 5 മണിക്ക് മാലിപ്പുറം സ്വതന്ത്ര മൈതാനിയിൽ നടക്കും. യുഡിഎഫ് ചെയർമാൻ വി.കെ. ഇക്ബാലിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് കോട്ടം ഏർപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. മനുഷ്യനെ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. സാധാരണ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പോലും സാധിക്കാത്ത തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ഈ യാത്ര കടന്നിരിക്കുന്നത്. പക്ഷേ സദസ്സ് കഴിഞ്ഞപ്പോൾ നമുക്കിത് തുടക്കം തുടങ്ങി മനസ്സിലായി. മുഖ്യമന്ത്രിക്ക് സംസാരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വേദി, ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം, ജനകീയ പ്രശ്നങ്ങൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയിരുന്ന പോലെയുള്ള ജനസമ്പർക്ക പരിപാടിയല്ല ഇത്. മുഴുവനും നിവേദനങ്ങൾ തരാൻ വേണ്ടി ജനങ്ങൾ കൊടുക്കുന്നു. ആ നിവേദനങ്ങൾ ഒരു മന്ത്രി പോലും കൈകൊണ്ട് കൊടുക്കുന്നില്ല. അത് സാധാരണ കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നു. യുഡിഎഫ് നേതാവ് ഷിബു ബേബി ജോൺ മുഖ്യപ്രഭാഷണം നടത്തും. ഹൈബീഡൻ എം പി, മാത്യു കുഴൽനാടൻ എം.എൽ.എ, കെ ബാബു എം.എൽ.എ, യുഡിഎഫ് ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ, മുസ്ലിം ലീഗ് നേതാവ് അഹമ്മദ് കബീർ, കോൺഗ്രസ് നേതാക്കളായ കെ.പി. ധനപാലൻ, അഡ്വക്കേറ്റ് കെ.പി. ഹരിദാസ്, അജയ് തറയിൽ, മുൻമന്ത്രി പി.സി. തോമസ്, ദീപക് ജോയ് എന്നിവർ പങ്കെടുക്കും. യുഡിഎഫ് ചെയർമാൻ വി.കെ. ഇക്ബാൽ, ഡി.സി.സി സെക്രട്ടറി എം.ജെ. ടോമി, ബ്ലോക്ക് പ്രസിഡന്റ് സഹദേവൻ, ജെ.എസ്.എസ് ജില്ലാ പ്രസിഡന്റ് വി.കെ. സുനിൽകുമാർ, യുഡിഎഫ് എക്സിക്യൂട്ടീവ് മെമ്പർ വി.എ.എം. സഹീർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.